നമുക്ക് കൽപ്പന പറഞ്ഞ പോലെ ഈ വലിയ തക്കാളി വെച്ചിട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയാലോ നല്ല രസമായിരിക്കും. പക്ഷേ തക്കാളി ഇട്ടിട്ട് മീൻ കറി പോലെ വെച്ചാലോ മീനില്ലാതെ. പക്ഷെ വെറൈറ്റിക്ക് 2 മുട്ട ഇടാം കേട്ടോ, നോക്കാം. നേരത്തെ കയ്യിലിട്ട് കറക്കില്ലേ, ആ തക്കാളിയും അതിൻ്റെ ഒരു കുഞ്ഞു തക്കാളിയും കൂടി കഷ്ണിച്ചതും ഒരു 4 നമ്മുടെ പച്ചമുളകും കൂടി അരിഞ്ഞിട്ടതും അതിലോട്ട് നമുക്കൊരു 6 അല്ലി ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കൂടി നന്നായി ചതച്ചിടാം. ചതയ്ക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാൻ വെക്കട്ടെ. ആ തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരാനായിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോണ്ടല്ലോ ഇതുപോലെ നന്നായി വെന്ത് നന്നായി എല്ലാം നന്നായി ചേർന്നിരിക്കും ണ്ടാവട്ടെ. നമുക്ക് ഇതിലോട്ടൊരു മസാല അരച്ച് ഒഴിക്കണം. അത് നമ്മുടെ സാധാ മീൻകറി ഉണ്ടാക്കുന്ന മസാല തന്നെ. 1 കപ്പ് നാളികേരത്തിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായി അരച്ചത് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് നമ്മുടെ കറിവേപ്പില, നല്ല സ്മെല്ലാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് മീൻകറിയുടെ ആ സ്മെല്ല് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ഭംഗിക്ക് 2 മുട്ട, 2 അല്ല നമ്മുടെ ആവശ്യത്തിന് മുട്ടയും കൂടി പുഴുങ്ങിയിട്ടതും കൂടി ചേർത്തിട്ട് നമ്മുടെ മീൻകറി വറ്റിക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് നല്ല സിമ്മിലിട്ടിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഇറക്കാം. ഇനി നമുക്ക് ഒന്ന് കാച്ചാം. അതിനായിട്ട് ഒരു 3-4 അല്ലി കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് നമ്മൾ മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മീനില്ലാത്ത മുട്ട മീൻ കറി റെഡി.